കാട്ടുപന്നിനി, മുള്ളംപന്നിനി, മരപ്പട്ടിനി, ഈനാമ്പേച്ചിനി, ഉടുമ്പിനി ഒക്കെ കള്ളവെടി വെച്ചിട്ട് കറിയാക്കി തരുന്ന കൂട്ടുകാരന്മാർ നമുക്കുണ്ടാവും. ഇങ്ങനെയുള്ള സാധനം നമ്മൾ കഴിക്കുകയാണെങ്കിൽ കുഷ്ഠരോഗം, ആന്ത്രാക്സ്, എയ്ഡ്സ്, നിപ്പ ഇത്യാദി മാരക രോഗങ്ങൾ ഉണ്ടാകുമെന്ന് അറിയാവുന്ന എത്ര കൂട്ടുകാരന്മാര് ഇതിലുണ്ട്? അങ്ങനെ ഒരു അപകടം ഇതിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാത്ത കൂട്ടുകാർക്കായിട്ട് ഇന്നത്തെ വീഡിയോ റെഡി. എന്തിനടെ കലിപ്പ് തീരുന്നില്ലല്ലേ? ആന്ത്രാക്സ്, കീന്ത്രാക്സ്, ഇവന്റെ അമ്മയുടെ മറ്റേ മമ്മൂട്ടിയുടെ ഡയലോഗ് ഓർക്കണല്ലേ? നീ എന്തൊരു കോൺട്രഡിക്ടറി കാര്യമാണ് ഇപ്പൊ പറയണേ. നീയല്ലേ ഈ കാട്ടിൽ പോയിട്ട് ഈ പറഞ്ഞ മറ്റേ കാട്ടുപന്നിനി, കുതിരേനി, മൂരിനി, ആടിനി, ഇല്ലാത്ത ജീവികളിനെയൊക്കെ നീ പോയിട്ട് വെടിവെച്ച് തിന്നിട്ട് ഞങ്ങൾ തിന്നുമ്പോഴാണോടാ കുഴപ്പം എന്നായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കുക. ഈയിടെയായിട്ട് ഒരുപാട് വീഡിയോസ് എനിക്ക് ആൾക്കാർ അയച്ച് തന്നിട്ടുണ്ട്. ആക്ച്വലി ഈ ഒരു സംഭവം പറഞ്ഞിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു. ആ പത്രസമ്മേളനത്തിൻ്റെ ഭാഗം എനിക്ക് അയച്ചു തന്നിട്ടാണ് കുറേ ആൾക്കാർ ഇതുപോലത്തെ കമൻറ്റുകൾ എഴുതി ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് വളരെ എന്താ പറയുക നമ്മൾ സംസാരിക്കേണ്ടതായിട്ടുള്ള ഒരു വിഷയം എന്ന രീതിയിലാണ് ഈ സബ്ജക്റ്റ് ഒന്ന് കൊണ്ടുവരണേ. അപ്പോൾ അതൊക്കെ തൊട്ട് മുന്നേ ആയിട്ട് മുഖ്യമന്ത്രി എന്താണ് പത്രസമ്മേളനത്തിൽ പറഞ്ഞതെന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് തിരിച്ചു വരാം. നമ്മൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും മൃഗങ്ങളെ കൊല്ലുന്നുണ്ട്, നായാട്ട് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു തരത്തിലുള്ളൊരു നിയന്ത്രണമാണ്. നമ്മുടെ രാജ്യത്ത് മാത്രമാണല്ലോ ഇങ്ങനെയൊരു നിലയുള്ളത്. ഇതിനെ തൊടാൻ പാടില്ല. അതുണ്ടാക്കുന്ന പ്രയാസങ്ങൾ ചെറുതല്ല. അതെ, ഒരു സമയം ഒരു ഘട്ടം അതിനനുവദിക്കണ്ടേ? അതിൽ തീരെ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അവർക്കെന്താ നിയന്ത്രണം പിന്നെയുള്ളത്? ഇത് കൃഷി മുഴുവൻ നശിപ്പിക്കുകയല്ലേ, നാട്ടിൽ മുഴുവൻ നാശം ഉണ്ടാക്കുകയല്ലേ. ഇപ്പം നമ്മളതിനെ കൊല്ലാൻ വേണ്ടി നിലപാടെടുത്തു, പഞ്ചായത്തുകൾക്ക് അധികാരം കൊടുത്തു. ഇപ്പോൾ കൊന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് എന്ത് ചെയ്യുന്നു നോക്കാൻ പിന്നെ ഉദ്യോഗസ്ഥന്മാർ പോവുകയാണ്. അതിപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് നിങ്ങൾ വല്ലാതെ അതിന് മെനക്കെണ്ടെന്നുള്ളത്. ഇതിങ്ങനെ മൃഗങ്ങളെ ഒന്ന് നിയന്ത്രിക്കുന്നതിനാവശ്യമായ ചില നടപടികൾ അത് പൊതുവിൽ വേണ്ടതാണ്. അതിന് നമ്മുടെ രാജ്യത്തെ നിയമത്തിൽ മാറ്റം വരണം. ആ മാറ്റം വരണം എന്നാണ് ഞങ്ങളിപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ സമ്മതിച്ചിട്ടില്ല, പക്ഷേ നാളെ അത് സമ്മതിക്കേണ്ടി വരും ഇങ്ങനെയാണെങ്കിൽ. നമ്മൾ ന്യൂസിലാൻഡിൽ നിന്ന് ഹണ്ടിങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഉടനീളം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് പെസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു ഭാഗം. അത് തന്നെയാണ് ഇവിടെ മുഖ്യമന്ത്രിയും സൂചിപ്പിച്ചിട്ടുള്ളത്. എന്താണ് ഈ കാട്ടിൽ നിന്നും അല്ലെങ്കിൽ നാട്ടിലുള്ള ഫെറൽ അനിമൽസ് ആയിട്ടുള്ള പന്നി, അതല്ലെങ്കിൽ മറ്റേ നമ്മുടെ മുള്ളം പന്നി, മയില് പോലെയുള്ള സാധനങ്ങൾ നാട്ടിലെ കൃഷിയിടങ്ങളിലേക്കും നമ്മുടെ വീട്ടിലേക്കും അളവിൽ കൂടുതൽ പെറ്റുപെരുകി എൻ്റർ ചെയ്യുന്ന സാഹചര്യത്തിൽ ഇതൊരു പെസ്റ്റാണ്. നമ്മുടെ തലയിൽ പാനൊക്കെ വരുന്ന പോലെ, മേല് ചെള്ള് വരുന്നത് പോലെ, കിളികളുടെ എണ്ണം കൂടുന്നത് പോലെ, കൊക്കിൻ്റെ എണ്ണം കൂടുന്നത് പോലെ ഇതൊരു പെസ്റ്റായിട്ട് കൺസിഡർ ചെയ്യണം. ആളുകൾ തന്നെ അത്രയ്ക്കധികം കൃഷി നശിപ്പിക്കാനും നമുക്ക് മാരക രോഗങ്ങൾക്ക് ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് ഇത്തരം സാധനങ്ങൾ തന്നെ അളവ് കുറയ്ക്കുക അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുക, മാനേജ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് എല്ലാ രാജ്യങ്ങളും തന്നെ പെസ്റ്റ് കൺട്രോൾ മാനേജ്മെൻറ്റ് സിസ്റ്റം തന്നെ വെച്ചിട്ടുള്ളത്. ഇത് നിങ്ങൾക്കൊരു പുതിയ അറിവായിരിക്കില്ലേ? കാരണം എൻ്റെ വീഡിയോയിൽ ന്യൂസിലാൻഡിൽ ഹണ്ടിങ് നടക്കുമ്പോഴൊക്കെ ഞാൻ ഈ കാര്യം വന്ന് പറയാറുണ്ട്. പല ആളുകളും ഈ അനിമൽസിനെ കൊല്ലണ സമയത്ത് ഈ പൂങ്കണ്ണീര് ഒലിപ്പിച്ചുകൊണ്ട് മനുഷ്യന് മാത്രം ജീവിച്ചാൽ മതിയല്ലോ, അതാണല്ലോ ഇതാണല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് വരും. ഞാൻ ഈ ന്യൂസിലാൻഡിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ വിത്തിൻ 1 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് പറഞ്ഞു തീർക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കറിയാം ചെറിയൊരു രാജ്യം ഫുള്ളി അഗ്രികൾച്ചറിൽ, അതായത് ജിയോഗ്രഫിക്കലി എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിറച്ച് പച്ചപ്പിന് പ്രാധാന്യമുള്ളതും എന്നാൽ മറ്റ് ജന്തുവർഗ്ഗങ്ങൾ ഇല്ലാത്തതുമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെയാണ് ബ്രിട്ടീഷുകാർ വരുന്ന സമയത്ത് ഈ കണ്ണി കണ്ട അല്ലെങ്കിൽ അവർക്ക് അന്ന് പെറ്റായിട്ട് തോന്നിയിട്ടുള്ളതും തിന്നേണ്ടതുമായിട്ടുള്ള ജീവികളെ കൊണ്ടുവരുന്നത്. ഇവിടെ വേറെ പ്രിഡേറ്റേഴ്സ് ഇല്ല, കുറുക്കനില്ല, നരിയില്ല, സിംഹമില്ല, ഒരു സാധനവും ഇല്ല. ഇവറ്റങ്ങൾക്ക് ഇവിടെ വളരാൻ ഇഷ്ടം പടി സാഹചര്യമാണ്. പെറ്റ് പെരുകുകയാണ് കോടിക്കണക്കിന്. ഈ ജീവികളെ തന്നെ ഈ രാജ്യത്തിൽ നിന്ന് അളവ് കുറയ്ക്കാനും ഉന്മൂലനം ചെയ്യാനായിട്ടും ഗവൺമെൻറ് ചെലവഴിക്കുന്നത് കോടിക്കണക്കിന് പൈസയാണ്. യു ഗൂഗിൾ ഇറ്റ് ഡൗൺ. ഓരോ ജീവിനെയും, അതായത് വോളബീസ് കാണാൻ പോലും പറ്റില്ല നമ്മൾ നടക്കുമ്പോൾ വോളബീസിനെ ഇവിടെ. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇറ്റ്സ് എ നൊക്ടേണലാണ്. നമ്മുടെ മെരുവൊക്കെ പോലെ അതിനെ കൊല്ലാൻ എത്ര രൂപയാണ് ചെലവഴിക്കണമെന്നൊന്ന് നിങ്ങൾ നോക്കി നോക്കുക. അതുപോലെ തന്നെ മാൻ, എല്ലാ സാധനത്തിനും ഹെലികോപ്റ്ററിലൊക്കെ പോയിട്ടാണ് വെടിവെച്ചിട്ടുള്ളത്. അത്രയ്ക്കധികം പൈസ ചിലവാക്കിയിട്ടാണ് ഈ ജീവികളെയൊക്കെ ഇവിടെ മാനേജ് ചെയ്യുന്നത്. എന്തിനാണ്? കൃഷി നശിപ്പിക്കും. കൃഷി മാത്രമല്ല,
ഇവിടെയുള്ള മരങ്ങളും കാടും മറ്റുള്ള സാധനങ്ങളും ഒക്കെ നശിപ്പിക്കും എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഗവൺമെൻറ് ഇതിനെ മാനേജ് ചെയ്യുന്നത്. മാത്രമല്ല ഇവിടെ വേറെ പ്രിഡേറ്റേഴ്സ് ഇല്ല, ഒരു സാധനവും ഇല്ല. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യണം, ഇല്ലെങ്കിൽ വലിയ ഉപദ്രവമായി മാറും. ഈ ഒരു കാര്യമാണ് മുഖ്യമന്ത്രി ഇവിടെ പ്രതിപാദിക്കുന്നത്. വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് പുള്ളി പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഞാൻ ഈ കേന്ദ്രത്തിലേക്ക് ഇതിനൊരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടേക്ക് ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്, അവർ അംഗീകരിക്കും, അല്ലെങ്കിൽ ഇത് പിന്നീട് ഒരു നിയമമായിട്ട് വരും എന്ന് നമ്മൾ വിചാരിക്കുന്നു. അല്ലാതെ തന്നെ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഈ പന്നീനെയൊക്കെ കൊല്ലാനുള്ള പെർമിഷൻ ഉണ്ട്. എനിക്ക് അതിൻ്റെ ലീഗൽ സൈഡ് അറിയില്ല കേട്ടോ, എങ്ങനെയാണ് അതിനെ പോയിട്ട് കൊല്ലാൻ പറ്റുമെന്ന്. ഞാൻ നിങ്ങളുടെ അടുത്ത് വെടിവെക്കാനൊന്നും പറയണില്ല, അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിലൊരു ഒരു ഭാഗം പുള്ളി മെൻഷൻ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞാൻ പോലീസുകാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്തെന്ന്, ഇനി അതിനെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചിട്ടുണ്ടോ, പച്ചവെള്ളത്തിൽ കുഴിച്ചിട്ടിട്ടുണ്ടോ, മണ്ണിൻ്റെ അടിയിലിട്ടൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല എന്ന് പുള്ളി വാക്കാൽ പറയുന്നുണ്ട്. ലീഗലി അത് ഒരു സംഭവമായിട്ട് വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പുള്ളി അത് വാക്കാൽ പറയുന്നുണ്ട്. ഈ വാക്കാൽ പറച്ചിലാണ് കുറേ ആളുകൾ എനിക്ക് ആക്ച്വലി ഈ മെസ്സേജായിട്ട് അയച്ചു തന്നിട്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന്. അപ്പോൾ ആളുകൾ വിചാരിച്ചിട്ടുള്ളത്, ഇതിന് എൻക്വയറി നടക്കാത്ത സമയത്ത് നമുക്ക് ഇതേപോലെ തന്നെ ഹണ്ട് ചെയ്തിട്ടുള്ള സാധനത്തിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് കഴിച്ചാൽ പ്രശ്നമൊന്നും ഇല്ല കേട്ടാ എന്ന രീതിയിലാണ് ശ്രുതി. അപ്പോൾ ആ കാര്യം പറയാനായിട്ടാണ് കേട്ടോ ഞാനിന്ന് വീഡിയോ ചെയ്തിട്ടുള്ളത്. സോ എന്തുകൊണ്ട് ഹണ്ട് ചെയ്തിട്ടുള്ള അനിമൽസിനെ നമ്മൾ കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്നുള്ളതാണ് ഫസ്റ്റ് പാർട്ട്. ആദ്യമേ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് എന്താണ്, യു കനോട്ട് ഹണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹണ്ട് ചെയ്ത അനിമലിനെ ഇന്ത്യയിൽ ഭക്ഷിക്കാനുള്ള നിയമം മെജോറിറ്റി സ്ഥലത്തൊന്നും ഇരിക്കണം, മേഘാലയയിലോ 1-2 സ്ഥലത്ത് മാത്രം സീസണൽ മാത്രമാണ്. ഇന്ന് ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും അങ്ങനെയാണ്. ഇപ്പോൾ ന്യൂസിലാൻഡിൽ ഡക്കിനെ പോയിട്ട് എപ്പോഴും നമുക്ക് വെടിവെക്കാൻ പറ്റില്ല, ഡക്കിന് സീസൺ ഉണ്ട്. ബാക്കിയുള്ള എല്ലാ അനിമൽസിനെയും എപ്പോൾ വേണമെങ്കിലും നമുക്ക് പോയിട്ട് പടയ്ക്കാം. ഇതുപോലെ ചില കാറ്റഗറി വളരെ റിസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ടൈമിൽ ചിലതിനെ ചെറിയ തത്തേനെയൊന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. 20 കോടി രൂപയുടെ തത്ത എന്നൊക്കെ പറഞ്ഞിട്ട് കിയ എന്ന് പറഞ്ഞൊരു സാധനമൊക്കെ ഉണ്ട്. അതിന് നമുക്ക് കൊല്ലാൻ പറ്റില്ല, കിവി ബേർഡിനെ നമുക്ക് കൊല്ലാൻ പറ്റില്ല. ഓസ്ട്രേലിയ, കാനഡ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതിനൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. അതുപോലെ ഇന്ത്യയിൽ ഈ മേഘാലയാണെന്ന് തോന്നുന്നു, ചില സമയത്ത് അവിടെ ഹണ്ട് ചെയ്യാം, ബാക്കി ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ഹണ്ട് ചെയ്തിട്ട് ഒരു ഭക്ഷണം വീട്ടിൽ കൊണ്ടുവന്നിട്ട് കഴിക്കാൻ പാടില്ല. വേണമെങ്കിൽ നിങ്ങൾ ഒരാളെ കൊന്നോ, തമാശയ്ക്ക് പറഞ്ഞാൽ ആളെ കൊല്ലണ്ട, എന്നാലും ഒരു മൃഗത്തിനെ കൊന്നാൽ നിങ്ങൾ രക്ഷപ്പെടില്ല, അത് ലീഗലി ബാൻഡാണ്. സോ ഡോണ്ട് ഡു ഇറ്റ്. നമ്പർ 1. ഇനിയുള്ള കാര്യമാണ് നമുക്ക് പറയാനുള്ളത്. നമ്പർ 2, നിങ്ങൾക്ക് പലതരത്തിലുള്ള സിക്നെസ്, അസുഖങ്ങൾ, ഇൻഫെക്ഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളതാണ്, അതെങ്ങനെയാണ് എന്നുള്ളതാണ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. യു നീഡ് ടു ബി വെരി കെയർഫുൾ. ഈ ഭക്ഷണം നമ്മൾ അറിയാതെ ഒത്തും പാത്തും പതുങ്ങി തിന്നുമ്പോൾ ഒന്ന് ഓർക്കുക, കുഷ്ഠരോഗം അഥവാ ലെപ്രസി നമ്മൾ ഈ ഹണ്ട് ചെയ്തിട്ടുള്ള അനിമൽസിനെ കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം, അല്ലെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സാധനമാണ് കുഷ്ഠരോഗം. ഞാൻ ഈ കുഷ്ഠരോഗം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എല്ലാവരും ശ്രദ്ധിക്കണോണ്ടാണ് കേട്ടോ. നിങ്ങൾ ആരും ചിലപ്പോൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല, അയ്യോ ഹണ്ട് ചെയ്ത അനിമൽസിനെ കഴിച്ചു കഴിഞ്ഞാൽ കുഷ്ഠരോഗം ഉണ്ടാവുമോ എന്നുള്ളത്. വളരെ മിനിമം. ലോകത്തിൽ ചിലപ്പോൾ ഹണ്ട് ചെയ്തിട്ടുള്ള അനിമലിൽ നിന്നും കുഷ്ഠരോഗം വന്നിട്ടുള്ള ആൾക്കാർ 10 ഉണ്ടാവുള്ളൂ. എന്നാൽ അതിനൊരു സാധ്യതയുണ്ട്. എങ്ങനെയാണ്? ഈനാബേച്ചി എന്ന് പറഞ്ഞിട്ടുള്ള സാധനത്തിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അമദില്ലാസ് എന്ന് പറയും. നമ്മുടെ ഒരു മുതലയുടെ പോലെ പുറത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഒരു ഉറുമ്പിനൊക്കെ തിന്നുന്ന ഒരു സാധനമാണ് ഈ ഈനാബേച്ചി. ഈ നമ്മുടെ ലെപ്രസി പരത്തുന്ന ബാക്ടീരിയ ശരീരത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു ജീവിയാണ്, അല്ലെങ്കിൽ കുഷ്ഠം കൊണ്ടു നടക്കുന്ന ഒരു ജീവിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈനാമ്പേച്ചി. എല്ലാ ഈനാമ്പേച്ചിക്കും ഇല്ല, എന്നാൽ ചില ഈനാമ്പേച്ചിക്ക് ഉണ്ട്. ഈ ഈനാമ്പേച്ചി തന്നെ നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ വന്നിട്ട് ഈ മണ്ണ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഇങ്ങനെ മണ്ണ് മാന്തുന്ന ഒരു ജീവിയാണ് ഈ ഈനാമ്പേച്ചി. ഈ മണ്ണ് മാന്തിയ സമയത്ത് ആ മണ്ണിൽ കുട്ടികളൊക്കെ ഇരുന്ന് കളിച്ചാൽ പോലും കുഷ്ഠം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പേടിക്കണ്ട കേട്ടോ, അത് വെച്ചിട്ട് നമ്മുടെ പിള്ളേരെ ആരെയും മുറ്റത്തേക്ക് ഇറക്കാണ്ട് നിൽക്കണ്ട, അങ്ങനെ ഒരു സാധ്യതയുണ്ട്. ഇത് നിങ്ങൾ വേണമെങ്കിൽ ഗൂഗിളിൽ നോക്കിക്കോ. ഇതേ ഈനാമ്പേച്ചിനെ നമ്മൾ തല്ലിക്കൊന്നിട്ട്, അല്ലെങ്കിൽ ഇരുട്ടത്ത് വെച്ചിട്ട് തല്ലിക്കൊന്നിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ കൈയിൻ്റെ മുകളിൽ ആ ബാക്ടീരിയ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് കുഷ്ഠരോഗം, മൈക്രോബാക്ടീരിയം, എന്താ പേര് കൂടുതൽ, ലെപ്രോ അല്ലേ, അങ്ങനെ തോന്നുന്നു അതിൻ്റെ ബാക്ടീരിയയുടെ പേര് ലെപ്രസി. കുഷ്ഠരോഗം പരത്തുന്ന ഒരു സാധനമാണ് ആമദിലോസ്. നമുക്ക് എത്ര പേർക്കറിയാം? നല്ല രസമുള്ളൊരു സംഭവം. ഒന്ന് ഗൂഗിളിൽ നോക്കി നോക്കൂ. ഈ ഓസ്ട്രേലിയയിലൊക്കെ ആമദിലോസിനെ തുടരുന്നു. എന്നിട്ട് ഈ ആമദിലോസിനെ ഹണ്ട് ചെയ്ത് കഴിക്കുന്ന വീഡിയോസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും കരുതുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹണ്ട് ചെയ്ത അനിമൽസിനെ കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സേഫ് അല്ലെന്നാണ്. ഒരു 95% കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേഫാണ്. കാരണം കുക്ക് ചെയ്യുമ്പോൾ ഇവൊക്കെ പണ്ടാരങ്ങളൊക്കെ കുറേ ചാവും. പക്ഷെ നമ്മൾ മറന്നു പോകുന്ന ഒരു ഏരിയയാണ് ഹാൻഡ്ലിങ് എറേഴ്സ്. എന്താണ് ഹാൻഡ്ലിങ് എറേഴ്സ്? അതാണ് ഏറ്റവും പ്രശ്നമുള്ള ഒരു ഏരിയ. നമ്മൾ ഈ ആമദിലാസ് എന്ന് പറഞ്ഞ സാധനത്തിനെ കൈകൊണ്ട് പിടിക്കുമ്പോഴും അവിടെ ആക്കുമ്പോഴും ഇവിടെ ആക്കും നമ്മുടെ കൈയിൻ്റെ മുകളിൽ മൂടിയും, അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ ആൾക്ക് ഷെയ്ക്കൻ്റെ ഒക്കെ കൊടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ വേറെ ആൾക്ക് ഇത് ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ്. ഇനി കാട്ടുപന്നി അല്ലെങ്കിൽ നമ്മുടെ
മുള്ളം പന്നി പോലെയുള്ള സാധനങ്ങളെയൊക്കെ ഈ നാട്ടിൽ എന്തോരം പേ പിടിച്ച പട്ടിയെ ഓടി കിടക്കണ്. ഇവറ്റങ്ങൾ കടിച്ചിട്ടുണ്ടാവില്ലേ? ഇല്ലെങ്കിൽ അവറ്റങ്ങളുടെ ഉമിനീര് പെട്ട ഭാഗത്ത് ഇവറ്റങ്ങളൊക്കെ യാത്ര ചെയ്യും, ഇവരുടെ മേലൊക്കെ ആയിട്ടുണ്ടാവും. ഈ പന്നീനെ നമ്മൾ ഇല്ലീഗലായിട്ട്, അല്ലെങ്കിൽ നമുക്ക് പകൽ പോയിട്ട് കാട്ടുപന്നീനെ വെടി വെച്ചിട്ട് ആൾക്കാർക്ക് ഷെയർ ചെയ്ത് തിന്നാൻ പറ്റുമോ? തിന്നാൻ പറ്റില്ല. ഇതിപ്പോൾ ഞാൻ പറയണേക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നാട്ടിലുള്ള ആൾക്കാർ മുഴുവൻ ഹണ്ട് ചെയ്തിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടോയെന്ന്, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ട് എന്ന് ഞാൻ അതൊന്നുമില്ല കേട്ടാ. എന്നാലും മൊറയിലും മറയിലും ഒളിവിലൊക്കെ ഇത് ചെയ്യണവന്മാരുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതൊക്കെ ഷെയർ ചെയ്യുന്ന കൂട്ടുകാരന്മാരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, യു നീഡ് ടു ബി വെരി കെയർഫുൾ. ഈ പേവിഷം എന്ന് പറഞ്ഞ റാബീസ് എന്ന് പറഞ്ഞ സാധനം വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ പന്നി എന്ന് പറഞ്ഞ സാധനത്തിനെ പട്ടി എവിടെ കണ്ടാലും ഓടിച്ചിട്ട് കടിക്കും, പന്നി തിരിച്ചും കടിക്കും. ഈ പന്നിനെയാണ് നമ്മളെ എവിടെ നിന്ന് കൊണ്ടുവരുന്നത്? ഈ വാഴത്തോട്ടത്തിൻ്റെ ഉള്ളിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്തു നിന്നും, അല്ലെങ്കിൽ കാട്ടുപന്നി അല്ലെങ്കിൽ മുള്ളം പന്നീനെയൊക്കെ പിടിച്ചുകൊണ്ടിരുന്നത്. ഇതിൻ്റെ മുകളിൽ എന്തൊക്കെ സാധനം ഉണ്ടെന്ന് നമ്മൾ ആരെങ്കിലും ചെക്ക് ചെയ്യാറുണ്ടോ? ഇല്ല, നമ്മളോ നോക്കാറില്ലേ. കാരണം ഭൂരിഭാഗം ഹണ്ട് നടക്കുന്നത് ഈ ഇരുട്ടത്താണ്. വാഴക്കൂപ്പിൻ്റെ സൈഡിലും പൈനാപ്പിൾ ചെടിയുടെ സൈഡിലൊക്കെ ഇരുന്നിട്ട് കൊന്നിട്ട് ആരും കാണാണ്ട് നിലത്തിട്ട് ഉരുട്ടിയിട്ട് കൊണ്ടുതന്നെ എന്തൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടായെന്ന് ആർക്കറിയണം? ആരെങ്കിലും അത് നോട്ടീസ് ചെയ്യുന്നുണ്ടോ? ആരും നോട്ടീസ് ചെയ്യാറില്ല. സൂപ്പർ സാധനം എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക. ഈ മുള്ളംപന്നീൻ്റെ മുള്ളിൻ്റെ മുകളിൽ, നമ്മുടെ കൈയിൻ്റെ മുകളിൽ ഈ കട്ട് ചെയ്യുന്ന സമയത്തായിരിക്കും മുള്ളംപന്നീൻ്റെ മുള്ള് കുത്തി കയറുക. ആ മുള്ളിൻ്റെ മുകളിലാണ് ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ എന്തോ ബാക്ടീരിയനൊക്കെ എവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും ആ ജീവി. അത് നമ്മുടെ മേലിൽ കുത്തുമ്പോൾ കുഴപ്പമില്ല, മുള്ള കുത്തി കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. 100,000 ആൾ അല്ലെങ്കിൽ 100,000 ആളെ എടുക്കുന്ന സമയത്ത് അതിൽ ചിലപ്പോൾ ഒരാൾക്കാർക്ക് ഈ ഇൻഫെക്ഷൻ ഉണ്ടാവുക. മനസ്സിലായ? അതൊരു ഇൻഫെക്ഷൻ തന്നെയാണ്. ഭയങ്കര പ്രശ്നം, നമുക്കറിയാൻ പറ്റില്ല. ഇനി വൂണ്ടഡ് ആയിട്ടുള്ള അനിമൽ, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള അനിമൽ ആയിരുന്നു അതൊന്നും നമുക്കെങ്ങനെ അറിയാം? ആർക്കെങ്കിലും ചെക്ക് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ആർക്കെങ്കിലും പബ്ലിക്കിന് കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുമോ? പറ്റില്ല. എന്ത് കടിച്ചു, ഏത് ജീവി കടിച്ചു, എന്തൊക്കെ ഇൻഫെക്ഷൻസ് ക്യാരി ചെയ്യണ ജീവിയാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ആ ജീവിനെ ഒട്ടും കണ്ടെത്താൻ സാധിക്കില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിപ്പ വവ്വാലിൽ നിന്നുണ്ടാവുന്ന ഒരു സാധനമാണ് പക്ഷിപ്പനി. ഈ കാക്കേനെയും കുരുവിനെയൊക്കെ വെടിവെച്ച് തിന്നുന്ന സമയത്ത് ആ കാക്കയ്ക്കും ആ കുരുവിക്കും ഇങ്ങനെ ഒരു പനി ഉണ്ടോ എന്നുള്ളത് നമുക്ക് എത്ര പേർക്ക് അറിയാം? നമ്മൾ നോക്കണില്ല. ഇപ്പോൾ എയ്ഡ്സ് തന്നെ ഒന്ന് എടുത്ത് നോക്കിയൊക്കെ. കുരങ്ങിൽ നിന്ന് നമുക്ക് വന്നതിന് കുറേ ഹൈപ്പോത്തസിസ് ഉണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് കുരങ്ങിനെ തിന്നേണ്ട സാഹചര്യത്തിൽ ഹാൻഡ്ലിങ് എറേഴ്സ് ഉണ്ടായിട്ടാവാം എന്നാണ് എയ്ഡ്സ്. നമ്മൾ ആന്ത്രാക്സ് എന്ന് കേട്ടിട്ടില്ലേ? ആന്ത്രാക്സ് ഉണ്ടാവാം. ഇപ്പം ഇന്ത്യ എന്ന് പറയുന്നത് ബോർഡർ ഷെയർ ചെയ്യുന്ന ഒരു രാജ്യമാണ്. ഒരുപാട് ബോർഡർ ഷെയറിങ് നടക്കുന്നുണ്ട്. ഇപ്പം ന്യൂസിലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ ഫുള്ള് ചുറ്റിലും മട്ടത്തൊക്കെ കടലാണ്. ഇവിടേക്ക് ഒരു സാധനം അല്ലെങ്കിൽ ഈ കൺട്രിയിൽ എന്തെങ്കിലും സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ റാബീസിന് എടുത്തു കഴിഞ്ഞാൽ ന്യൂസിലാൻഡ് ഈസ് എ റാബീസ് ഫ്രീ കൺട്രിയാണ്. അപ്പോൾ നമ്മളിവിടെ ഹണ്ട് ചെയ്യുന്ന സമയത്ത് ഇതിന് റാബീസ് ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കേണ്ട കാര്യമില്ല, അതില്ല, നമുക്ക് ഉറപ്പാണ്. ഇവിടെ ഇല്ല സാധനം. നാട്ടിലത് പറയാൻ പറ്റില്ല. ആന്ത്രാക്സിൻ്റെ കേസ് നോക്കി, ഇപ്പോൾ ഒരു ബോർഡറിൽ ഇപ്പോൾ വേറൊരു രാജ്യത്ത് നിന്ന് ഇപ്പോൾ മനഃപൂർവ്വം നമുക്കൊരു അസുഖം ഉണ്ടാക്കാനായിട്ട് ഒരു 10 ജീവിയുടെ മുകളിൽ എന്തെങ്കിലും സാധനം കുത്തിക്കയറ്റി വിട്ടിട്ട് നമ്മുടെ നാട്ടിലേക്ക് വിട്ടാൽ ഈ ഒറ്റങ്ങൾ ഈ ബോർഡറിൽ നിന്ന് കടന്നിങ്ങോട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈ സാധനം പകരേ നമുക്ക് അറിയാൻ പറ്റും. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടോ ഇങ്ങനെ ഒരു സാധനം ഇവിടെ വന്ന് പെട്ടിട്ടുണ്ട്? നമുക്ക് എങ്ങനെ അറിയാം? എങ്ങനെ ചെക്ക് ചെയ്യുക? നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനുള്ള സ്കില്ലുണ്ടോ? ഇല്ല, നമ്മളത് അറിയണില്ല. ഈ സാധനം ഇവിടേക്ക് എത്തി. ബയോ വെപ്പൺസ് ഉപയോഗിക്കുന്ന സമയമാണ് ഇപ്പോൾ. ഇങ്ങനെയൊക്കെ വരാം, ഇങ്ങനെയും വരാം. ഞാൻ പറഞ്ഞത് ഉണ്ടാവുന്നല്ല, നമ്മളെല്ലാം അല്ലാട്ടെ. ഒരു ഉറുപ്പേരെ ഗുണമില്ലാത്ത കാര്യത്തിനാണ് ഈ സാഹസം ചെയ്യാൻ നമ്മൾ നടക്കണമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഈ ആശുപത്രിയുടെ പിന്നിലും അല്ലച്ചെങ്കിൽ ഈ പറഞ്ഞ കാനക്കുണ്ടിലും അവിടെ ഇവിടെയൊക്കെയാണ് ഈ മുള്ളംപന്നി മയിലൊക്കെ പോയിട്ട് യാത്ര ചെയ്തിട്ട് വരണേ. എന്തൊക്കെ ടോക്സിൻസിൻ്റെ ഉള്ളിൽക്കൂടിയാണ് വരണേന്ന് നമുക്കറിയാമോ? ഈ ആശുപത്രിയിൽ നിന്നൊക്കെ കളഞ്ഞിട്ടുള്ള വേസ്റ്റ് എന്തായിരിക്കും? എത്ര എന്താ പറയുക സേഫാക്കിയിട്ട് പുറത്ത് കളയേണ്ട സാധനങ്ങൾ പോലും വളരെ ഈസിയിലൂടെ നമ്മുടെ പല സ്ഥലത്തു നിന്നും പുറത്തേക്ക് കളയുന്നുണ്ട്. അതിലൊക്കെ ഇവറ്റങ്ങൾ യാത്ര ചെയ്തിട്ടാണ് വരുന്നത്. അത്രയും കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ജീവിനെയാണ് നമ്മൾ രാത്രിയിൽ എടുത്തിട്ട് തൊലി കളഞ്ഞ് പൊളിച്ച് ഇറച്ചി സഞ്ചിയിലാക്കിയിട്ടൊക്കെ നമ്മൾ പാക്ക് ചെയ്തിട്ട് കൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. ആരാണത് റെഗുലേറ്റ് ചെയ്യുന്നത്? ആരും റെഗുലേറ്റ് ചെയ്യണില്ല. ഈ സാധനം നമുക്ക് കിട്ടി, നമ്മളിൽ നിന്ന് വേറെ ആൾക്ക് കിട്ടി, പെട്ടെന്ന് സ്പ്രെഡ് ആവും. ഇത്തരത്തിലുള്ള സാധനങ്ങൾ പെട്ടെന്ന് സ്പ്രെഡ് ആവും. ഒരൊറ്റ ആളാണ് ഇത് ട്രിഗർ ചെയ്യുക, അല്ലെങ്കിൽ ഈ ഷെയർ ചെയ്ത ഒരാളായിരിക്കും ട്രിഗർ ചെയ്യുക ഈ സംഭവം. അപ്പോൾ കാട്ടുപന്നി, മുള്ളംപന്നി, മലമ്പാമ്പ്, അണറക്കണ്ണൻ, ഓന്ത്, ഉടുമ്പ്, ഇത്തരത്തിലുള്ള സകലമാന സാധനങ്ങളെയും നമ്മൾ ഗ്യാപ്പ് കിട്ടിയ പിടച്ചുകൊണ്ട് വരും. ഇനി ഈ പിടച്ചുകൊണ്ട് വരുന്ന സമയത്ത് ഉണ്ടാവണ വേറെ സംഭവമാണ് ക്രോസ് കണ്ടാമിനേഷൻ. എങ്ങനെയാണ്? മിക്കവാറും ഈ തോട്ടങ്ങളിൽ നിന്നായിരിക്കും ഈ സാധനത്തിന് അടിച്ചിട്ടുണ്ടാവുക. അവിടെ നിന്ന് നമ്മൾ കൊണ്ടുവരിക. ഈ തോട്ടത്തിലേക്ക് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള വിഷങ്ങളുണ്ടാവും, ഈ പുറുടാൻ പോലത്തെ സാധനങ്ങൾ. വേറെ എന്തൊക്കെയാണോ നമ്മുടെ നാട്ടിൽ പെസ്റ്റിസൈഡ്സ് പോലെ ഉപയോഗിക്കണമെന്ന് വെച്ചെങ്കിൽ ഈ സാധനം എല്ലാം അവിടെ ഉണ്ടാവും. ആ സാധനം കൊണ്ടുവച്ചിട്ടുള്ള സ്ഥലത്തായിരിക്കും ചിലപ്പോൾ നമ്മളിത് വെട്ടിമുറിച്ചിട്ടുണ്ടാവുക. അത് ഇതിൻ്റെ ഈ ഇറച്ചിയുടെ മുകളിൽ പറ്റും. ഇറച്ചിയുടെ മുകളിൽ പറ്റി അതൊന്നും പോവില്ല.
അത് നമ്മൾ ചിലപ്പോൾ നക്കി നമ്മുടെ നാവിൻ്റെ മുകളിലാവും, ചിലപ്പോൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഫുഡിൽ ചേരും, ആൾ പോകാൻ ഈ സാധനം മതി. ഇതേപോലെ തന്നെയാണ് നമ്മൾ ഇതൊക്കെ കയറ്റി കൊണ്ടുവരുന്ന വണ്ടി. നമ്മുടെ നാട്ടിലെ യൂട്ട് പോലെയുള്ള സാധനങ്ങളിൽ ഇത്തരം കെമിക്കൽ കൊണ്ടുപോകുന്ന സ്ഥലമാണത്. ആ കെമിക്കലിൻ്റെ മുകളിലൊക്കെ ഇട്ടിട്ടായിരിക്കും ചിലപ്പോൾ ഈ ഇറച്ചി വലിച്ചു കൊണ്ടുവന്ന്. നിങ്ങളൊക്കെ ഇത് കണ്ടിട്ടുണ്ടായിരിക്കും, ഞാൻ വെറുതെ പറയണല്ല. യു നീഡ് ടു ബി വെരി കെയർഫുൾ. ഇതേപോലെ ക്രോസ് കണ്ടാമിനേഷൻ ഉണ്ടാവാൻ നല്ല സാധ്യത. അപ്പോൾ റെഗുലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മാർക്കറ്റിൽ എത്തുന്ന ഇറച്ചി അത് തന്നെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ചില സാഹചര്യത്തിൽ നമുക്കറിയാം, നമുക്ക് മീറ്റ് ഹാൻഡിൽ ചെയ്യുന്ന സ്ഥലത്തു നിന്നും മീൻ കൊണ്ടുവരുന്ന സ്ഥലത്തു നിന്നൊക്കെ കേടായിട്ടുള്ള ഇറച്ചി അല്ലെങ്കിൽ അത് എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടായിരുന്നൊക്കെ ഫുഡ് പോയ്സണിങ് ഉണ്ടായിട്ട് ആളുകൾ മരിക്കുന്ന സാഹചര്യം വരെ എത്തിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാവുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള റിസ്ക് നമ്മൾ എടുക്കണമെന്നുള്ളത് യു നീഡ് ടു ബി വെരി കെയർഫുൾ. എക്സാമ്പിളിന് ഞാൻ അത് പറഞ്ഞിട്ട് ഒരു ഭീതി വ്യാപാരം നടത്തുകയോ പേടിപ്പിക്കുകയോ അല്ല ചെയ്യണത്. ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ തന്നെ 1000 ആളെന്നെ അല്ലെങ്കിൽ 100,000 ആളെന്നെ എടുക്കുന്ന സമയത്ത് സാധാ ഇറച്ചി തിന്നുമ്പോൾ ഒരാൾക്ക് അസുഖം ഉണ്ടാവുന്നുണ്ട് എങ്കിൽ ഹണ്ട് ചെയ്തിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അത് 100 ആൾക്കെങ്കിലും അസുഖം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മളാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാത്ത കാരണം അറിയാത്ത. അപ്പോൾ എന്തുണ്ടാവണം, നമ്മുടെ ആശുപത്രി പോയി കഴിഞ്ഞാൽ പോലും നമുക്ക് പറയാൻ പറ്റില്ല എന്തെന്ന്, ഞാൻ ഇങ്ങനെ ഒരു പന്നീനെ കഴിച്ചു അല്ലെങ്കിൽ മുള്ളം പന്നീനെ കഴിച്ചാൽ എനിക്ക് ഇൻഫെക്ഷൻ ഉണ്ടായെന്ന് നമുക്ക് പറയാൻ പറ്റും, നമ്മൾ പറയില്ല. അപ്പോൾ ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പോലും പറ്റില്ല. മാരകമായ രോഗങ്ങൾ, ഒരു കമ്മ്യൂണിറ്റീനെ തന്നെ നശിപ്പിച്ച് കളയാൻ പറ്റിയ രോഗങ്ങൾ ഇത്തരത്തിലുണ്ടാവാൻ നല്ല സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഭയങ്കര കെയർഫുൾ. എന്ത് പുണ്യത്തിനാണ് ഇത് കഴിക്കണത്. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യം എന്താണ്, ഇവിടെ നമ്മൾ കൃത്യമായിട്ട് ആ ആനിമൽ ഇവിടെ നിന്ന് അത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് തീരെയില്ല. TB ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, TB ഇങ്ങനെ പകരുന്ന ഒരു സാധനമാണ്. ഈ TBയും കുഷ്ഠരോഗവും ചേട്ടൻ അനിയന്മാരെ പോലെ നിൽക്കുന്നത്. TBയുടെ വാക്സിൻ എടുത്ത് കഴിഞ്ഞാൽ കുഷ്ഠരോഗം ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. ഇവിടെ മുഴുവൻ TB പരത്താൻ സാധ്യതയുള്ള ഒരു ജീവിയാണ് ഈ പോസം അല്ലെങ്കിൽ മരപ്പെട്ടി എന്നൊക്കെ പറയുന്നത്, നമ്മുടെ പഴഉണ്ണി എന്നൊക്കെ പറയുന്ന ഒരു ജീവി. എൻ്റെ സാധ്യത എന്ന് പറയുന്നത് വളരെ കുറവാണ്, 0.001% ഒക്കെയാണ്. എന്തിരുന്നാലും സാധ്യതയുണ്ട്. അത് ഇവിടെ 0.1 എന്ന് പറയാനുള്ള കാരണം ഇവിടെ TB ഇല്ല. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലേക്ക് പോകുമ്പോൾ ഇവിടെ നിന്ന് നിർബന്ധമായിട്ടും TBയുടെ വാക്സിൻ എടുക്കാൻ പറയും, അല്ലെങ്കിൽ ഇന്ത്യ പോയിട്ട് എടുത്ത് കാണിക്കണം നമ്മളിവിടെ. ഇത് ഭയങ്കര നിർബന്ധമാണത്. ഇവിടെ റാബീസും ഇല്ല, നാട്ടിലുണ്ട്. അപ്പോൾ ഈ ഓടി നടക്കുന്ന ജീവികളൊക്കെ ഇത് കൊണ്ടു നടക്കണവന്മാരാ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവരെ കൊല്ലേണ്ടതോ നിർബന്ധം, കൊന്നാൽ തിന്നാതിരിക്കേണ്ടത് അതിലും നിർബന്ധമാണ്. ഡോണ്ട് ഈറ്റ്. ഒരു പുണ്യമില്ല, ഒരു പുണ്യമില്ല പറയാൻ കാരണം ഞാൻ പല വീഡിയോയിലും വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തെന്ന്, ഞാനിവിടെ ഹണ്ട് ചെയ്ത അനിമൽസിനെ കഴിക്കുന്നത് നമ്മൾ കൃത്യമായിട്ട് നോക്കി മോണിറ്റർ ചെയ്തിട്ടാണ് കഴിക്കുന്നത്. കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. ഇപ്പോഴും നിങ്ങൾ എന്നോട് ചോദിച്ചോ വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് മീറ്റ്, ഒരു ഹണ്ട് ചെയ്ത മൃഗത്തിൻ്റെയും പേര് ഞാൻ പറയില്ല. ഹണ്ട് ചെയ്ത മൃഗങ്ങളിൽ ഏതാണ് അടിപൊളി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സാധനം ഇന്ന സാധനങ്ങൾ ആ സമയത്ത് അടിപൊളിയാന്ന് പറയും. എന്താ കാരണം, ഹണ്ട് ചെയ്ത അനിമൽസിന് വലിയ ടേസ്റ്റ് ഒന്നുമില്ല, ഫെറലിനും ഇല്ല, വൈൽഡിനും ഇല്ല. അഗെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത് സബ്ജക്റ്റീവ്, ഓരോരുത്തരുടെയും ഒരു പാലറ്റിനനുസരിച്ച് മാറും. എന്തിരുന്നാലും ഇത്രയ്ക്ക് അടിപൊളിയാണ് ഹണ്ട് ചെയ്ത അനിമൽസ് വെച്ചെങ്കിൽ ന്യൂസിലാൻഡിൽ 100 കണക്കിന് പന്നിനെ ആടിനെയാണ് വെടിവെച്ചിട്ട് ഒരു കളയാണ്. അത്ര സൂപ്പർ സാധനമാണെങ്കിൽ അവർ എടുത്തു വയ്ക്കില്ലേ? എന്താ ചെയ്യാത്തത്? ഇതിനും മണ 4 സീസണിലും 4 മണ ഇറച്ചിക്ക്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഗെയിമി ഫ്ലേവർ എന്ന്. ഗെയിമി മണമുണ്ട്. ഇവറ്റങ്ങൾ കാട്ടിൽ അല്ലെങ്കിൽ ഇവിടുത്തെ വൈൽഡ് സ്ഥലത്ത് അല്ലെങ്കിൽ നാട്ടിലൊക്കെ നാട്ടുകാരുടെ അടിയും കൊണ്ട് ജീവികളുടെ അറ്റാക്കും കൊണ്ട് സർവൈവ് ചെയ്യണവരാണ്. അവരുടെ ശരീരത്തിലെ ഹോർമോണുകളും മറ്റുള്ള കാര്യങ്ങളെല്ലാം എല്ലാം വ്യത്യാസമുണ്ട്. ഓടി നടക്കുന്ന ജീവിയായ കാരണം വളർത്തുന്ന ജീവികളുടെ അത്രയും ഫാറ്റും ഇല്ല. ഫാറ്റ് ഗീവ്സ് ദ ഫ്ലേവർ. ഫാറ്റ് ഇല്ലാത്ത അനിമൽസാണ് ഇതെല്ലാം മെജോറിറ്റി തന്നെ. അപ്പോൾ അതിൻ്റെ ഇറച്ചി എന്ന് പറയുന്നത് എന്താണ്, ലീൻ ഇറച്ചിയാണ്. ബ്ലഡിനൊക്കെ കട്ടുമണം ഉണ്ടാവും. ഇതിൻ്റെ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ ഉണ്ടാവുന്ന സമയത്തൊക്കെ ഇവരുടെ ഹോർമോണൽ ചേഞ്ചസ് വരും. അപ്പോൾ അതൊക്കെ ഇറച്ചിയുടെ ക്വാളിറ്റീനെ ബാധിക്കും. അപ്പോൾ ബേസിക്കലി എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നാടൻ പന്നിയുടെ 10-1 ടേസ്റ്റിക്ക് കാട്ടുപന്നി എൻ്റെ ഇതിൽ ഫീൽ ചെയ്തിട്ടില്ല. കുക്ക് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ചില ആൾക്കാർ എന്താ ഈ ഹണ്ട് ചെയ്ത സാധനം ഇത് ഇല്ലീഗലാന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം ഇല്ലീഗലായിട്ടുള്ള ചെയ്യാന്ന് പറയുമ്പോൾ ഒരു സുഖമുണ്ട്. കാരണം നമുക്ക് ഉറപ്പാണ് ഇത് മറ്റവന് കിട്ടുന്നില്ല എന്ന്. അപ്പോൾ നമുക്ക് ചെന്നിട്ട് പറയാം, ഞാൻ ഉണ്ടല്ലോ മോനെ ഒരു കാട്ടിനെ അങ്ങനെ അടിച്ചിട്ട് സാധനം കൊണ്ട് പെട്ടച്ചേട്ടുണ്ടായിരുന്നു, എന്തൊട്ട ഇഷ്ടം എന്നറിയോ? ആരോടെ ചോദിക്കണേ? മറ്റൊന്നും നോക്കിയിട്ടില്ല. മനസ്സിലായില്ലേ? ടേസ്റ്റ് ഇല്ല എന്ന് ഞാൻ 100% ഇല്ല എന്ന് പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞത് ഇതിന് മാത്രം ഗ്ലോറിഫൈ ചെയ്തിട്ട് ഈ സാധനം അങ്ങനെ ആക്കുമ്പോൾ മറ്റവന് സംശയം വന്നു. അപ്പോൾ മറ്റവൻ പോയിട്ട് എന്ത് ചെയ്തു, അയ്യോ ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വല്ല ബിരിയാണിയും കൊടുത്താലോ എന്ന് വെച്ചിട്ടാണ് മറ്റവൻ പോയിട്ട് ഇത് ടേസ്റ്റ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഇല്ലീഗലാണ്. ഒരുപാട് ഇത്തരത്തിലുള്ള മാറാരോഗങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പേടിപ്പിക്കില്ല, സാധ്യതയുണ്ട്. ദർ ഈസ് സം ഹയർ റിസ്ക്
ഇവിടെ നിന്ന് കഴിച്ചാലും അതുണ്ട്. ആ റിസ്ക് എടുക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് റിസ്ക് എടുക്കുക, നാട്ടുകാരെ മുഴുവൻ തീറ്റിക്കണ്ട എന്നുള്ളതാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. നിങ്ങളും തിന്നാതിരിക്കുക. കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു. അതായത് പുഴയിൽ നിന്നും മറ്റേ അരുവിയിൽ നിന്നൊക്കെ ചെറിയ ചെമ്മീനെയും ബ്രാലിനെയും മുശീനെയും ഒക്കെ പിടിച്ചിട്ട് ആൾക്കാർ പച്ചയ്ക്ക് തിന്നിട്ടുള്ള വീഡിയോസ് എനിക്ക് അയച്ചു തരാറുണ്ട്. ആ വീഡിയോയിൽ ഞാൻ അതിനൊരു കാരണം കൂടിയാണ് കാരണം ഞാൻ പച്ചമീനൊക്കെ തിന്ന് കാണിക്കുന്നതാണ്. ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, ദയവ് ഇത് നിങ്ങൾ പച്ചമീൻ കഴിക്കും. നമ്മളെപ്പോഴും കൂടെ സൂഷി ഗ്രേഡ് അതല്ലെങ്കിൽ ന്യൂസിലാൻഡ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടാമിനേഷൻ കുറഞ്ഞുള്ള കടലാണുള്ളത്. കടൽ മത്സ്യങ്ങൾ പച്ചയ്ക്ക് കഴിക്കുന്നത് പോലെ മറ്റേ നമ്മുടെ പുഴയിലെയും അരുവിയിലെയും കഴിക്കരുതെന്ന് ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. ഡോണ്ട്. കാരണം അത് മോർ പ്രോബ്ലമാറ്റിക് ദാൻ കടൽ. രണ്ടിനും പച്ചയ്ക്ക് കഴിക്കുമ്പോൾ അതിൻ്റെതായ റിസ്ക് ഉണ്ട്. അപ്പോൾ ഈ പച്ചച്ചെമ്മീനെ പുഴയിൽ നിന്ന് പിടിച്ചിട്ട് ഇപ്പം മൺസൂണാണ് നാട്ടിൽ, എന്തൊക്കെ പണ്ടാരാണ് വെള്ളത്തോടെ ഒഴിച്ചു വരുന്നത്, എന്ത് ക്വാളിറ്റിയുള്ള വെള്ളമാണ് വരുന്നത്, തീട്ടറുണ്ടാവും, ആശുപത്രിയിലെ കെമിക്കൽസ് ഉണ്ടാവും, വളം ഫാക്ടറിയിലെ കെമിക്കൽസ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും ഈ വെള്ളത്തിൽ. എന്നിട്ട് നമ്മൾ കുക്ക് ചെയ്യാണ്ട് കഴിക്കുക എന്ന് പറയുമ്പോൾ ആ വെള്ളത്തിലുള്ള സാധനങ്ങളടക്കമാണ് നമ്മൾ മിക്സ് ചെയ്ത് അടിക്കുന്നത്. എന്നിട്ട് കൂട്ടുകാരന്മാർക്ക് മുഴുവൻ വളം പോകും. പോകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് പോയാൽ മതിയല്ലോ, നാട്ടുകാരെ മുഴുവൻ നമ്മൾ കൂടെ കയറ്റി വിടേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ. അപ്പോൾ ഞാൻ ചെയ്ത ഒരു പ്രവൃത്തിനെ ജസ്റ്റിഫൈ ചെയ്തിട്ട് നിങ്ങളോട് പറയല്ല. നമ്മളിവിടെ ഓരോ കാര്യങ്ങൾക്കും ഗവൺമെൻറ് കൺട്രോൾ തന്നെ അതിൻ്റെ മുകളിലുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പേഴ്സണലി എല്ലാം ഒബ്സർവ് ചെയ്ത് കൃത്യമായി പ്രോസസ്സ് ചെയ്തതിന് ശേഷമാണ് നമ്മളൊരു മീറ്റ് കൺസ്യൂം ചെയ്യണത്. നാട്ടിൽ ഇല്ലീഗലാണ്. ആൻഡ് ദർ ആർ ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ചാൻസസ് നിങ്ങൾക്ക് നല്ല ആൾ കയ്യിൽ നിന്ന് പോകാവുന്ന തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ. സോ ആ ഒരു കാര്യം പറയാനാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ചു തന്നു ഈ മുഖ്യമന്ത്രിയുടെ ചെറിയൊരു ഭാഗം മാത്രം ഇട്ടുകൊണ്ട്. വളരെ എനിക്ക് തോന്നുന്ന ആൾക്കാർക്ക് അതൊരു ഇൻട്രസ്റ്റ് കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതിനെ എങ്ങനെയെങ്കിലും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തിന്നണമെന്നുള്ള അഭിപ്രായത്തിൽ പേഴ്സണലായിട്ട് ഞാൻ പറയുകയാണ്, ഹണ്ട് ചെയ്തിട്ടുള്ള അനിമൽസിന് ഒരു ടേസ്റ്റും ഇല്ല, അല്ലെങ്കിൽ ടേസ്റ്റ് വളരെ കുറവാണ്, ടഫാണ്. എൻ്റെ എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്കറിയാം, നമ്മളോട് ഇഷ്ടം പോലെ ഇപ്പോഴും എൻ്റെ ഫ്രീസറിനകത്ത് കാട്ടുപന്നീര് ഇറച്ചിരിപ്പുണ്ട്. ഇവിടെ ഇരിക്കാണെങ്കിൽ പറയും ഞാൻ ഒരു വീഡിയോ ചെയ്യാനും അതിൻ്റെ ഭാഗമായിട്ടല്ലാണ്ട് ഇവിടെ റെഗുലറായിട്ട് ആ സാധനം കൺസ്യൂം ചെയ്യാറില്ല. മാനിറച്ചി എന്നൊക്കെ പറഞ്ഞാൽ ശോകമാണ്. ഇറ്റ്സ് ഓക്കെ, ടേസ്റ്റി. ആ ഒരു മൈൻഡിൽ എടുക്കുമ്പോൾ ഇപ്പുറത്ത് ബീഫ് സ്റ്റേക്ക് ഇരിക്കുന്നുണ്ട്, ഇപ്പുറത്ത് മാനിരിക്കുന്നുണ്ട് വെച്ചെങ്കിൽ ഞാൻ പോയിട്ട് ബീഫ് സ്റ്റേക്ക് എടുക്കും. പക്ഷേ അപ്പുറത്ത് ഇവിടെ ഹണ്ടും ഒക്കെ ഈ ലോകത്തിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ഈ രാജ്യത്തോടനുബന്ധിച്ച് കിടക്കുന്നതുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. സോ പ്ലീസ് കെയർഫുൾ ഔട്ട് ദിയർ ഗായ്സ്, എനി വൺ. അപ്പോൾ കൺക്ലൂഷനായിട്ട് പറയാനുള്ളത്, ഹണ്ടിങ് ഇല്ലീഗലാണ്. പഞ്ചായത്ത് തലം എങ്ങനെയാണ് ഇതിനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്കറിയില്ല. അത് അവർ ആ പണി വൃത്തിക്ക് ചെയ്തോട്ടെ. 2, ഹണ്ട് ചെയ്തിട്ടുള്ള മൃഗങ്ങളെ തിന്നുന്നത് ഇല്ലീഗലാണ്. ഇല്ലീഗലാണെന്ന് മാത്രമല്ല, അൺസേഫാണ്. സേഫ് പ്രാക്ടീസ് അല്ല. ഫുഡ് ഹാൻഡ്ലിങ് എറേഴ്സ് ഉണ്ടാവും, നല്ല പ്രശ്നം ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. പച്ചമീൻ പുഴയിൽ നിന്നും പറമ്പിൽ നിന്നൊക്കെ തിന്നുന്നവരോട് ഞാൻ പറയുന്നു, ഫ്രഷ് വാട്ടർ ഫിഷ് ഈസ് നോട്ട്, അല്ലെങ്കിൽ ഫ്രഷ് വാട്ടറിൽ നിന്ന് പിടിക്കുന്ന കക്ക, കല്ലുമക്കായി പോലെയുള്ള സാധനങ്ങൾ ഇസ് നോട്ട് കടലിലെ പോലെ സേഫ് അല്ല. ഫാർ റിസ്കിയർ ദാൻ കടലിലെ സാധനം. കടലിലെ മീൻ പച്ചയ്ക്ക് കഴിക്കുന്നുണ്ടെങ്കിൽ ഫ്രഷ് മീൻ, സുഷി ഗ്രേഡ് മീൻ, പ്രോസസ്ഡ് മീൻ കൊണ്ടുവന്ന് അങ്ങനെ വേണം നമ്മൾ പച്ചയ്ക്ക് കഴിക്കാൻ. ഇഫ് യു ആർ നോട്ട് കോൺഫിഡൻറ്റ് ഇനഫ് ടു ഡു ദാറ്റ്, ഡോണ്ട് ഡു ഇറ്റ്. ഇപ്പോൾ പുഴമീനിൽ പെട്ടിട്ടുള്ള ഒന്നിനെ നമ്മൾ ചിലപ്പോൾ സാൽമൺ കേട്ടിട്ടുണ്ടായിരിക്കും. സാൽമൺ പുഴയും മറ്റേതും കൂടിയാണ്. മാത്രമല്ല മിക്ക സാൽമണും ഫാമിൽ നിന്ന് കൃഷി ചെയ്ത് വരുന്നതാണ്. സോ ഇറ്റ് ഈസ് ലിറ്റിൽ ബിറ്റ് സേഫ് ടു ഈറ്റ് റോ. അഗെയിൻ ആ ഗ്രേഡ് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ. സോ ഇതൊരു ഭീതിപ്പെടുപ്പിച്ച് നിങ്ങളെ പേടിപ്പിച്ചിട്ടുള്ളതല്ല. മൺസൂണൊക്കെയാണ്, എല്ലാവരും സൂക്ഷിച്ച് നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എൻജോയ് ചെയ്യാം. മൺസൂൺ അല്ല ആൽക്കഹോളിക് വെതറൊക്കെ അല്ലേ. ഓക്കെ. അപ്പോൾ ഇതുപോലത്തെ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത തവണ കാണാം. അതുവരെയും ബൈ ഫോർ നൗ, ബൈ.